ഹായ്, ഞാനും മോനും കൂടെ നമ്മുടെ സാൻഡ്രോ വണ്ടിയിൽ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. അപ്പം തിരുവനന്തപുരം വരെ ഒന്ന് പോവാം. അപ്പം ഞങ്ങൾക്കൊരു 137-140 കിലോമീറ്ററിന് മുകളിലാണ് തിരുവനന്തപുരം. ഞങ്ങൾ ഹൈവേന്ന് കൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് പണിയൊക്കെ ആവുന്ന കാരണം പിന്നെ കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് പണി കാരണം ഭയങ്കര ട്രാഫിക്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് മാവേലിക്കര, പന്തളം, അടൂര്, കൊട്ടാരക്കര അങ്ങനെ അങ്ങ് പോകാൻ ഉദ്ദേശിക്കുന്നു. ഒരു 4 മണിക്കൂറിനടുത്ത് എങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 3.5 മണിക്കൂർ പയ്യേ പോകത്തുള്ളൂ. 3-3.5 മണിക്കൂർ എങ്കിലും വേണ്ടി വരും. ഇപ്പം സമയം 9:05 കഴിഞ്ഞു. ഞങ്ങൾ 8:45 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. 8:50 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പം റെയിൽവേ ക്രോസിൻ്റെ അവിടെ കിടക്കുവാണ്. ട്രെയിൻ പോകുന്ന കാണാനില്ല. നെങ്ങാരുകുളങ്ങര, ഹരിപ്പാട് നെങ്ങാരുകുളങ്ങര റെയിൽവേ ക്രോസിൻ്റെ അവിടെ കിടക്കുവാണ്. അപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോ എടുത്തിടാം. ഓക്കെ. നമ്മളിപ്പം പന്തളം ജംഗ്ഷനോട് അടുത്തോണ്ടിരിക്കുന്നു. അത്യാവശ്യം മഴയുണ്ട് റോഡിലെല്ലാം. റോഡിപ്പം തല്ലി തിരക്കൊന്നുമില്ല. തിരക്കില്ലാത്ത കാരണം നമുക്കൊരു മാന്യമായിട്ടൊരു സ്പീഡിലിങ്ങനെ പോവുക. ഇനി നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുക. റോഡിലിപ്പം കണ്ടില്ലേ, റോഡ് ജനമായിട്ട് കിടക്കുകയാണ്. നമ്മൾ പെയ്യാ പോകുന്നു, 60 താഴെയാണ് പോകുന്നത്. റോഡ് ചെറിയ മഴയുള്ളതുകൊണ്ട് കുളിച്ച് വേണം പോകാൻ. നൈറ്റ് ഡ്രൈവിംഗ് കൂടല്ലേ. അതുപോലെ തന്നെ ഇനി പന്തളം ജംഗ്ഷനോട് അടുത്തതിന് ശേഷം പിന്നെ ബാക്കി പറയാം. പന്തളം ജംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വിട്ടിട്ട് 35 കിലോമീറ്റർ ആകും. അത്രയേ ഉള്ളൂ. പന്തളം വരെ വരുമ്പോൾ 36 കിലോമീറ്റർ വരും. പിന്നെയും കിടക്കുന്നത് 100 കിലോമീറ്ററിന് വേണ്ടി. നമ്മൾ പന്തളം ജംഗ്ഷനായി. നല്ല മഴയുണ്ട്. ഇപ്പം ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 50 മിനിറ്റായി. 1 മണിക്കൂറായില്ല. സിഗ്നലിൽ കിടക്കുവാണ്. ഇനി ഇവിടെ റൈറ്റാണ് വേണ്ടി പോകേണ്ടത്. അതായത് ഇവിടുന്ന് നേരെ തെക്കോട്ട്. അത്യാവശ്യം ജംഗ്ഷൻ ആയതുകൊണ്ടാണ് തിരക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി പോകുന്ന വഴിക്ക് ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം. അപ്പം എൻ്റെ പെട്രോൾ കുറഞ്ഞതിൻ്റെ എംബ്ലം കത്തി കിടപ്പുണ്ട്. നമ്മളങ്ങനെ MC റോഡിൽ കയറി. ഇനി ഇവിടുന്ന് നേരെ അങ്ങ് പോകുന്നത് MC റോഡ് വഴി പോവുകയാണ്. NH വഴി പോയാൽ കട്ടറായതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വണ്ടി തിരിച്ചു വിട്ടത് കേട്ടോ. ഇപ്പോഴും മഴയ്ക്ക് വലിയ കുറവൊന്നുമില്ല. നമ്മളിപ്പം അടൂര് കഴിഞ്ഞു. അടൂര് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടൂര് കഴിഞ്ഞിട്ടിപ്പം 10-15 കിലോമീറ്റർ ആയി കാണും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത കൊട്ടാരക്കരയാണ് അടുത്ത മെയിൻ ജംഗ്ഷൻ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ പിന്നെ ചുമ്മാ ഇങ്ങനെ യാത്ര ആയപ്പോഴത്തേക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രസം എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി കൊട്ടാരക്കരയാട്ടെ. നമ്മൾ കൊട്ടാരക്കരയ്ക്ക് ഇപ്പുറത്തെ പമ്പിന് വണ്ടിക്കുള്ള ആവശ്യത്തിനുള്ള എണ്ണ അടിച്ച് നേരെ വിടുക.
ചേരക്കരെല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഇപ്പം ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മഴ ചെറിയ കുറവുണ്ട്. നല്ല മഴയായിരുന്നു. നമ്മൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞു. 75 കിലോമീറ്റർ അടുത്തായി തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്കിനി ഒരു 70 കിലോമീറ്ററിന് അടുത്തേ കാണത്തുള്ളൂ. നമ്മളിപ്പം കേശവദാസപുരമായി ഇപ്പം പിന്നെ കേശവദാസപുരമായിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, നല്ല അടിപൊളി മഴയാണ്. വൈപ്പറൊക്കെ ഫുൾ സ്പീഡ് ഇട്ടിരിക്കുക. നല്ല മഴയാണ്, നല്ല മഴ കാണാമോ നിങ്ങൾക്ക്? നല്ല മഴയാണ്. ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ മഴയങ്ങ് മാറുമായിരിക്കും. ഇടയ്ക്ക് വന്ന വഴിക്കൊരു 10-30 കിലോമീറ്റർ ദൂരം മഴയില്ലാതെ നമുക്ക് കിട്ടിയായിരുന്നു. റോഡൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നു. ഇപ്പം ശകലം കുറഞ്ഞു. ഇങ്ങോട്ട് മാറിയപ്പോൾ ശകലം കുറഞ്ഞു. ഇന്നലെ നല്ല മഴയായിരുന്നു. യാത്ര അത്ര വലിയ സുപരിചിതമൊന്നുമല്ല. ഇവിടെ നല്ല പൊടിയും വളമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. മഴയും കൊടും വളവും ഞാൻ പറഞ്ഞില്ലായിരുന്നേ, നമ്മുടെ ഹൈവേയിലെ റോഡ് പണി കാരണമാണ് നമ്മൾ അതുവഴി പോകാത്തത്. നല്ല വളവും തിരിവുള്ള സ്ഥലമായിരുന്നു. രാത്രിയാകുന്ന തിരക്കില്ല, കുഴപ്പമില്ല. എന്നാലും മഴയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റോഡിൻ്റെ എവിടെ വെച്ചാൽ വളയുന്നൊന്നും നമുക്ക് കൃത്യം അറിയാൻ പറ്റത്തില്ല. ഇല്ല, മഴ കാണാമല്ലേ, നല്ല മഴയാണ്. നമ്മൾ ഈ അറിയാത്ത സ്ഥിരം പോകാത്ത വഴി കൂടെ ഒക്കെ പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു സൂക്ഷിച്ച് തന്നെ വേണം പോകാൻ. നമ്മൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. വണ്ടി ഓടിക്കാം, നിർത്തേണ്ടി വരുന്നില്ല, നിർത്തേണ്ട കാര്യം വരുന്നില്ല, വണ്ടി ഓടിക്കാം. നോക്കട്ടെ, ഇനി ഭയങ്കര മഴ ഇനിയും കൂടുവാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്താമെന്നാണെങ്കിൽ നിർത്തിയിടാം. ഇപ്പോൾ ശകലം കുറഞ്ഞു മഴ. ചില പ്രദേശത്ത് മഴ ഇങ്ങനെ കൂടിയും ശകലം കഴിയുമ്പോഴത്തേക്കും മഴ കുറഞ്ഞു കാണുന്നു. ഇനി ഒരു 10-20 മിനിറ്റ് കൊണ്ടെന്ന് തോന്നുന്നു എത്താൻ.
കുറവുണ്ട്. എന്നാലും ചാറ്റമഴയുണ്ട്. എന്നാലും മഴ നല്ല പോലെ കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നല്ല കയറ്റം കയറി ഒരുമാതിരി ലെവലായി ഇപ്പോൾ. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല കുഴിയൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത് വരുമ്പോഴേ ഇതൊക്കെ കാണത്തുള്ളൂ. മഴ പെയ്ത കാരണം റോഡെല്ലാം കൂടി ഇരുണ്ട് കിടക്കുമല്ലേ. ഇവിടെ പോകാത്ത വഴി കൂടെ പോകുന്നതുകൊണ്ട് ഭയങ്കര ആയിട്ട് സൂക്ഷിച്ച് വേണം നമ്മൾ പോകാൻ. എവിടൊക്കെയാണ് വളവ്, എവിടൊക്കെയാണ് കുഴി എന്നുള്ള കാര്യം സ്ഥിരം പോകുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ കണ്ടോ, കാണാൻ പറ്റുന്നറിയാം. ഇവിടെ റോഡ് പണിയാണ്. രാത്രിയാകുന്ന കാരണം തിരക്കില്ല. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ഇപ്പം സമയം ഏതാണ്ട് 12 മണിയാകുന്നു. നമ്മൾ 8:50 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വിട്ടതാണ്. 3 മണിക്കൂർ തീർത്ത് 3 മണിക്കൂറായി. ഇനിയിപ്പം ഒരു 10 മിനിറ്റ് എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിള് കാണിക്കുന്നത്. ലൊക്കേഷൻ നോക്കിയായി പോക്കല്ല. 400 മീറ്റർ ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കട്ടറാണ്. മോനും ഇതുവരെക്കും ഉറങ്ങാതിരിക്കുക. അവനുള്ളത് കൊണ്ട് എനിക്കൊരു ടൈം പാസ്സായി. ഒറ്റയ്ക്കായിരുന്നുണ്ടെങ്കിൽ ഞാൻ ബോറടിച്ചു പോയത്. ഇനി ഗൂഗിളിൻ്റെ നോക്കി ലെഫ്റ്റ് റൈറ്റ്. In 200 meters, turn right onto Christ Nagar Kallayam Road, Visaila, Kallayam Road. Take the second right onto Christ Nagar Kallayam Road, Visaila, Kallayam Road. Right. Continue on Christ Nagar Kallayam Road for 1 kilometer. പിന്നെയും മഴ തുടങ്ങി. ഇപ്പോൾ ഇനിയൊരു 10 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുള്ളൂ. കട്ടറൊക്കെ ഉണ്ട്. ഈ വടക്കുന്ന കട്ടറിലൊക്കെ വീഴുന്നുണ്ട്. വെള്ളം കിടക്കുന്ന കാരണം കുഴി ഏതാ റോഡ് ഏതാന്ന് ഒരു പിടുത്തവുമില്ല. നേരത്തെ പറഞ്ഞോട്ട് നമ്മൾ സ്ഥിരം വരുന്ന വഴിയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് തോന്നിയില്ലേ സ്വന്തമായിട്ട് ഡ്രൈവ് In 200 meters, turn left at Palimukku Junction to stay on Christ Nagar Kallayam Road, Visaila, Kallayam Road. Take the second left at Palimukku Junction to stay on Christ Nagar Kallayam Road, Visaila, Kallayam Road. Continue on Christ Nagar Kallayam Road for 2 kilometers. ഇവിടെ നമ്മൾ നല്ല റോഡാണ് കിട്ടിയിരിക്കുന്നത്. നല്ല റോഡാണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്.
Continue on State Highway 2 for 5 kilometers. ഗ്ലാസ് കത്തറേ അത് നമ്മളിനിയിപ്പം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മുടെ മെയിൻ റോഡിൽ കയറിയിരിക്കുകയാണ്. അതായത് പൊന്മുടി റോഡ്. അവിടെ നിന്ന് വന്ന് പൊന്മുടി റോഡിൽ കയറി റൈറ്റ് തിരിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ഗൂഗിൾ പറയുന്നതനുസരിച്ചാണ് ബാക്കി യാത്രയൊക്കെ. അങ്ങോട്ട് കണ്ട നമ്മൾ ജഡായുപ്പാറ ഇത് നിങ്ങൾ തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി വന്നില്ലായിരുന്നു. തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ചടയമംഗലം ജഡായുപ്പാറയായി. കേട്ടോ, ഇത് ആ കാണുന്നതാണ് ജഡായുപ്പാറ. കാണാൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉം.